മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിനെ സംബന്ധിച്ച് മികച്ച വർഷമാണ് 2025. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലെത്തിയ അദ്ദേഹത്തിന്റെ 3 ചിത്രങ്ങളും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. ആദ്യം എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാനാണ്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ചിത്രം ആഗോളതലത്തിൽ 265 കോടിയാണ് നേടിയത്. മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായി എമ്പുരാൻ മാറുകയായിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയ തുടരും എമ്പുരാന്റെ വിജയം ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 233 കോടിയാണ് കളക്ട് ചെയ്തത്. മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ ചിത്രമായിരുന്നു ഇത്. ഓണം റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഹൃദയപൂർവ്വം. കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയില്ലെങ്കിലും മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് ഹൃദയപൂർവ്വം. ചിത്രത്തിന്റെ പ്രമേയവും പ്രേക്ഷകരുടെ ഇഷ്ടം കവരുന്നതായിരുന്നു. ഇതിനകം 75 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. അതോടെ ഈ വർഷം മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നേടിയ ആകെ കളക്ഷൻ 573 കോടിയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു നടന്റെ ഒരു വർഷം തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങൾ ഇത്തരത്തിൽ സ്വപ്ന സമാനമായൊരു നേട്ടം കൈവരിക്കുന്നത് ഇതാദ്യമായാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.